ഹലോ ഗൈസ്, ഐ എം ഹിയർ ദി ഹേ ഗെയിമർ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പറഞ്ഞാൽ പാർട്ട് 3 ആണ് ഗൈസ്. സൂ ടൈക്കൂണിൻ്റെ പാർട്ട് 3 ഏവർക്കും സ്വാഗതം. അപ്പോൾ സൂ ടൈക്കൂൺ ഇനി കണ്ടെത്തു പോയി നിൽക്കുമെന്ന് എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. നമുക്കൊന്ന് തപ്പിച്ച് വരാം സൂ ടൈക്കൂൺ ഇനി എവിടെയാണെന്ന്. നന്ന ബാക്കിലുണ്ടാവും ഒരു സൂ ടൈക്കൂൺ എന്ന് പറഞ്ഞൊരു സാധനം. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് പാർട്ട് 3 ആട്ടോ. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 3 എന്നാണ് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ പാർട്ട് 1ഉം 2 ഒന്നും കണ്ടിട്ട് വരിക. അതിനൊപ്പം തന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരു 300 സബ്സ്ക്രൈബേഴ്സ് അല്ലായിരുന്നു, ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ ഉള്ളല്ലേ. അപ്പോൾ നമ്മളെ സൂ നിങ്ങൾ കണ്ടിട്ടില്ല നമുക്ക് എനിക്കറിയാം. ഞാൻ കാണിച്ചും തരാം കേട്ടോ. വലിയ വലിയ സൂകളാണ്, പൈസ ഉണ്ട് കേട്ടോ നമ്മളേക്കിൽ. ആൾക്കാർ കയറി ഇറങ്ങി പോകാറുമുണ്ട്. അപ്പോൾ നമ്മളെ സൂവിൽ റാബിറ്റ് ഉണ്ട്. അപ്പോൾ റാബിറ്റിനുള്ള ഫുഡ് കൊടുത്തിട്ടുണ്ട്. റാബിറ്റ് കഴിഞ്ഞാൽ നമ്മളെ സൂവിൽ ഉണ്ടടാ പിഗ്. ബിയർ പ്രസവിച്ചിട്ടുണ്ട്. ബിയറിനെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബിയറിന് പ്രസവമല്ല കേട്ടോ, മരണപ്പെട്ടിട്ടുണ്ടെന്ന് ഉദ്ദേശിച്ച്. സംഭവം മരിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴാണ് കണ്ട് ഫ്ലാഷ്മുണ്ട്. പറഞ്ഞിരിക്കാനല്ലേ പറ്റൂ. എന്തായാലും അടുത്ത ബൊഫല്ലോ ചത്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്നോരോന്നും ഇങ്ങനെ ചാവട്ടോ. പിന്നെ അതിനനുസരിച്ച് പ്രസവിക്കണതും നമ്മൾക്ക് ഇങ്ങനെ അറിയാൻ പറ്റുമല്ലോ. നമുക്ക് വേണമെങ്കിൽ അവിടെ പോയി നോക്കാൻ കഴിയും, പ്രസവിച്ചിക്കണോ അതോ ചത്തുക്കണോ. ചത്താൽ പിന്നെ അവിടെ ഉണ്ടാവില്ല കേട്ടോ. അത് ഇത്രയേ ഉള്ളൂ. ദ ലയൺ ഹാസ് പാസ്ഡ് അവേ. സിംഹക്കുട്ടോ. ബൊഫല്ലോ ഉണ്ട് ഇവിടെ. ബൊഫല്ലോക്ക് ഞാൻ ഫുഡ് കൊടുത്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കൊടുത്തുക്കണോ? ഇല്ല. എന്നാ എൻ്റെ വക ഫുഡ്. അപ്പം ഇനി എന്തായാലും നമുക്ക് നേരെ വൈൽഡ് ഫോറസ്റ്റിലോട്ട് പോയാലോ. വൈൽഡ് ഫോറസ്റ്റിൽ എന്തൊക്കെയുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെന്ന് എനിക്കറിയാം, ഞാൻ കാണിച്ചു തരാം. ഡിയറുണ്ട്, മാനുണ്ട്, അതുപോലെ തന്നെ ഒരു ലോഡ് വൂൾഫുണ്ട്. ഇവർ ചാവൂലേ? ചാവണ് കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ചാവണ അറിഞ്ഞിട്ടില്ല എന്നാണ് ഉദ്ദേശിച്ച്. വെറുതെ ഇങ്ങനെ ഒന്ന് നേരെ പോയാൽ അവിടെയും ഉണ്ട് അടുത്തത് ബിവേർ. ഇതാട്ടോ ബിവേർ. എന്താ സംഭവം നിങ്ങൾക്ക് അറിയില്ല കേട്ടോ. എപ്പോഴും വേറെ കാര്യം. പോണ്ടൊക്കെ തന്നെ ഉണ്ട്. ബിവേറിന് നമ്മൾ ഫുഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളെ കരടിക്കുട്ടന്മാരുള്ളത്. കരടിക്കുട്ട ഈ അപ്പുറത്തൊരു സ്ഥലം ഉണ്ട്, എന്തിനൊന്നും വരില്ല. അടുത്ത കുതിരയും ചത്തിട്ടുണ്ട്. വിഷമമുണ്ട് ഇതൊക്കെ പറയാൻ. ഒക്കെയാണ് നിങ്ങളെ വിചാരമാണ്. ഒരു വിഷമമില്ല. ഇവിടെ കണ്ടിട്ട് ഭയങ്കര ബോറായി നിൽക്കുന്ന ആൾക്കാർ. ഇവിടെ കഴിഞ്ഞ് വേറെ ആർക്കെങ്കിലും പൈസ ഫുഡ് കൊടുക്കണമെന്ന് കൊടുക്കണമെന്ന് അറിഞ്ഞിട്ടൊക്കെ പോരെ അങ്ങോട്ടൊക്കെ ഉള്ള വരവ്. ഗൈസ് ഇവിടെ ഈകളുണ്ട്. പറഞ്ഞ ദൂരത്തിലോട്ടൊന്നും പോകില്ല കേട്ടോ, ഇണങ്ങിയതാണ്. അതുകൊണ്ട് ദൂരത്തിലോട്ടൊന്നും പോകില്ല. ഗൈസ് ഇനി എന്താ നമുക്ക് നേരെ ജംഗിൾ കിണ്ടത്തിലോട്ട് പോകാം. ദി കിങ്ഡം ഓഫ് ജംഗിൾ കിങ്ഡം. അത് മതി. ആനുണ്ട് കേട്ടോ. അപ്പോൾ നേരെ ഒരു ആന ചത്തിട്ടുമുണ്ട്. നമ്മളെ ജംഗിൾ കിണ്ടത്തിൽ ആനയുണ്ട്. ആനക്കൂട്ടാ. അപ്പോൾ ആനക്ക് നമ്മൾ ഫുഡ് കൊടുത്തിട്ടുണ്ട്. അടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇതിനുള്ളിൽ തന്നെ വേറെ ഒന്നുണ്ട്. എന്താണെന്നല്ലേ, ഓസ്ട്രിച്ച് ഉള്ളിലാണുള്ളത്. ഓസ്ട്രിച്ച് ഉള്ളത്. അപ്പം നമുക്ക് ഓസ്ട്രിച്ചിന് കൊടുക്കാം. ഇവിടുത്തെ കുറേ എണ്ണം ഉണ്ട്. അതിനൊക്കെ കൂടി ഫുഡ് കൊടുക്കാൻ വലിയ പണിയാട്ടോ. വീട്ടിൽ ചത്തുണ്ട്. ചാവൂല വെച്ചു ചത്തുണ്ട്. കൊന്നിട്ടുണ്ട് ഞാൻ. ഇവിടെ നമ്മൾ ചിമ്പാൻസി വരുന്നത്. ചിമ്പാൻസി ആണ് ബനാനയാണ് എന്നൊക്കെ പറഞ്ഞു കേട്ട പോലെ ചിമ്പാൻസി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പാർട്ട് 2 ഒരു 2 പാർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്രക്കും ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ലോഡ് ഉണ്ടാക്കും തന്നെ നമുക്ക് പറയാം. അപ്പുറത്തേക്ക് വേറെ നമ്മൾ അപ്പുറത്ത് പോവുകയാണെങ്കിൽ നമ്മളെ ഫസ്റ്റത്തെ കേട്ടോ. നമ്മൾ എവിടെ നിന്നാണ് വന്ന് അവിടെയാണിത്. പാസിഡവേ. അടുത്ത കുട്ടി ചത്തിട്ടുണ്ട്. ഇവിടെ ക്രോക്ക് മുതലയുണ്ട്. സീബ്ര കുട്ടന്മാരും ഇവിടെ തന്നെ ഉണ്ട്. എടാ സീബ്ര മോനെ, സുഖമാണോ നിനക്കൊക്കെ? അടുത്ത മാനും ചത്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും ചാവണമുണ്ട്, പ്രസവിക്കണമുണ്ട്. പക്ഷെ നിങ്ങൾ പ്രസവിക്കണം കണ്ടിട്ടില്ല എന്ന് തന്നെ വിചാരിക്കുന്നു. കാണുന്നുണ്ടെങ്കിൽ പ്രസവിക്കൽ വരട്ടോ. നമ്മളിനി ടൈഗറൊക്കെ ഉണ്ട് ഇവിടെ. അതാ ടൈഗർ. ബ്രോ ഇതാ സീബ്ര വാസുഡവേ. വീണ്ടും ഓരോന്ന് മരണപ്പെടും, വീണ്ടും വരും എന്നുള്ള രീതിയിലാണ്. ഹിയർ ഈസ് ദ കിങ് ഓഫ് ഫോറസ്റ്റ് ലയൺ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഉള്ളത് നമ്മൾ ഫുഡൊക്കെ
എണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ നമുക്ക് നേരെ പോകാം. എങ്ങോട്ട്? സഫാരി വേൾഡിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മൾ നേരെ പോകുന്നത് സഫാരി വേൾഡിലോട്ടാട്ടോ. സഫാരി വേൾഡിൽ ഇനി എന്തൊക്കെയുണ്ടെന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യാണ്. എനിക്കറിയാം. നമുക്ക് സഫാരി വേൾഡിലുള്ളത് വേറൊന്നുമല്ല, ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ട് സഫാരി വേൾഡിൽ. വലിയ വലിയ കോളാട്ടോ, വലുതാണ്. ഒരു മിനിറ്റ് കേട്ടോ ഗായ്സ്. ഇപ്പോൾ ചെറിയൊരു പ്രശ്നം പറ്റി, നെറ്റ് പോയി എന്നാണ് മനസ്സ് പറയണം. നമുക്ക് ഒന്നും കൂടി റീജോയിൻ ആവാം. നമുക്ക് ഏതായാലും കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല, നമ്മളൊന്നും പണിയൊന്നും തുടങ്ങിയില്ലല്ലോ. സോറി, ടൈം ഇത്തിരി ലാഗാക്കി. സോറി അങ്ങനല്ല, നെറ്റ് ഇത്തിരി ലാഗാക്കിയതാണ്. ലാഗായി പോയതാട്ടോ, സോറി. അതായത് നമുക്ക് നേരെ പോവാം, കളിച്ച്. ഇത് ചിലപ്പെങ്കിൽ പാർട്ട് 3 അല്ലെങ്കിൽ ഫൈനൽ പാർട്ട്. വിച്ച് വൺ വിൽ യു ഗസ്? കമൻറ്റ് ചെയ്യ് ഏതാവുന്നത്. പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഗെയിമാണ് കളിക്കേണ്ടത്, നമ്മൾ ആ ഗെയിമും കളിക്കും. നിങ്ങൾ പറയണ ഗെയിം നമ്മളാണ് കളിക്കുന്നതാണ്. നിങ്ങൾ പറയണ്ടേ? നിങ്ങൾ പറയണ ഗെയിമാണ് കളിക്കാനുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഗെയിം പറയാം കമൻറ്റ് ബിലോ, നമ്മൾ അതും അതിൽ വരുന്നതാണ്. പൈസൻ്റെ ഒക്കെ കുറേ ഉണ്ട്. ഇന്നെ കാണില്ല. ഞാൻ ഓടട്ടെ. ഓട ടൈമില്ല. ഇവർക്കൊക്കെ ഇനിയും ഫുഡ് കൊടുക്കണോ? ഇതൊന്നും പോരെ. ഇവർക്കൊക്കെ ഇനിയും ഫുഡ് കൊടുക്കണം. എനിക്കത് ഇഷ്ടമല്ല. ഇവർക്ക് ഇങ്ങനെ ഫുഡ് കൊടുക്കലാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത പണി. ഇവർക്ക് ഫുഡ് എടുത്ത് ചാവും. എല്ലാം ചത്തമ്മിൽ ഒന്നിനും കൊള്ളൂല്ലേ. അങ്ങനെ പ്രശ്നമുണ്ട്. നമുക്ക് ഇങ്ങോട്ട് ഫുഡ് കൊടുക്കാൻ ഞാൻ ഒന്നിനും ഫുഡ് എടുക്കാൻ പോകില്ല. അതിൻ്റെ വാക്കാണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് വെയ്യ. പിന്നെ പൈസ ഇല്ലാണ്ട് മാത്രമേ നമ്മൾ ഫുഡ് എടുക്കാൻ ഇറങ്ങുള്ളൂ. കാരണം എന്താ വെച്ചാൽ പൈസ ഇല്ലെങ്കിൽ ആ ടൈമിൽ പൈസ ആവും നമ്മൾ ഫുഡ് എടുക്കാൻ പോകണ നേരത്ത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോകാം. എങ്ങോട്ട്? വേറെ എങ്ങോട്ടില്ല, ഞങ്ങൾ കാണാത്തൊരു സ്ഥലമുണ്ട്. അത് സഫാരി വേൾഡ് കണ്ടിട്ടില്ലല്ലേ മൊത്തമായിട്ട്? ഇല്ലയെന്ന് തോന്നുന്നു. ഞാൻ സഫാരി വേൾഡ് കാണിച്ചു തരാമല്ലോ. സഫാരി വേൾഡൊക്കെ ഞാൻ കാണിച്ചു തരാം. എങ്ങോട്ടാണ് ഇവിടുന്ന്? അതവിടെ ഉള്ള കുറച്ചങ്ങോട്ട് പോകണോ? അതൊന്നും പറ്റണം ചേട്ടാ. എവിടെടാ? നല്ല മ്യൂസിക്കും. അങ്ങോട്ടാവും. ഒരു ബുദ്ധിയില്ല, ബോധമില്ലതാ. സ്ഥലം കിട്ടി. വേറെ അങ്ങോട്ടില്ല കേട്ടോ. നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് വരുന്നത്. നമ്മളെപ്പോഴും ഇവിടെ ഒക്കെ എത്തി ജംഗിൾ കിണ്ടത്തിൽ. ഓക്കെ, ഇറ്റ്സ് ഗുഡ് ന്യൂസ്. ഇനി നമുക്ക് എങ്ങോട്ട് പോകണം? അങ്ങോട്ട് പോകണമെങ്കിൽ എങ്ങോട്ടാണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ എന്തൊക്കെ പറഞ്ഞിരിക്കണം, എന്താ മനസ്സിലായൊരു കമൻറ്റ് ബിലോ. ഞാനുണ്ട്, ഞാൻ ഓരോരോ പണികൾ ഞങ്ങൾക്ക് തന്നോട്ടേക്കും. ആണാണെങ്കിൽ കമൻറ്റ് ചെയ്യടാ, പെണ്ണാണെങ്കിലും കമൻറ്റ് ചെയ്തിട്ടാ. നമ്മൾ ഇത് സഫാരി കേട്ടോ. ഇത് സഫാരി അല്ല. ഇത് ഏതാ? സഫാരി അല്ലേ? അത് ആണോ? സഫാരി നിങ്ങൾ മൊത്തമായിട്ട് കണ്ടിട്ടില്ല എന്ന് വിചാരിക്കുന്നു. എങ്ങനെയുണ്ട്? ജിറാഫ് ഉണ്ട്. നിങ്ങൾക്കുണ്ടോ ജിറാഫ്? ഇവിടെ നിങ്ങൾ കണ്ടതല്ലേ? ഹിപ്പോ നിങ്ങൾ കണ്ടാന്ന് തന്നെ വിചാരിക്കുന്നു. ഇവിടെ വേറെയും കുറേ സാധനങ്ങളുണ്ട്. ഇവിടെ കാണിക്കണോ? റൈനോ വരെ ഉണ്ട് ഇവിടെ. മറ്റേ ജീവി ഉണ്ട്. ഇതിൻ്റെ പേരെനിക്ക് ലാൻഡ് ടീച്ചർ. അത് മാത്രമല്ല, നമുക്ക് നേരെ സ്പൂക്കി പാർക്കിലോട്ട് പോകാം. സ്പൂക്കി പാർക്കിൽ പറയാനത്ര ഒന്നുമില്ല. ഇവിടെ ഇതുണ്ട്, സ്പൈഡർ, 8 കാലി. നിങ്ങളാരും കാണാത്തൊരു 8 കാലി ഇവിടെ ഉണ്ട്. 8 കാലി കാണാത്ത തരം കേട്ടോ. ഇവിടെ പാമ്പ് ഇവിടെ ആയിട്ടുള്ളത്. ഇവിടെയാണ് പാമ്പുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മളെ വൾച്ചറുള്ളത്. മീൻസ് ഈഗിളിൻ്റെ കഴുകൻ. അതിവിടെയാണ്. പക്ഷെ ഇതിനുള്ളിലേക്കൊന്ന് പോവാം. പക്ഷെ ഇതിനുള്ളിൽ ഇവിടെ ഇതിനുള്ളിലേക്ക്. പക്ഷെ ഇതിനുള്ളിൽ ഒന്നുമില്ല. കൈക്ക് അതാണ് പറ്റാഞ്ഞേ. ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ വെക്കാണ്ട് കുഴപ്പമില്ലേനോ. വെറുതെ ഒരു ഹാള് ഇത്രയേ ഉള്ളു. ഇവിടെ ഒരു സീറ്റൊക്കെ ഉണ്ടെങ്കിൽ രസമുണ്ടായിരുന്നു. പക്ഷെ സീറ്റും ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടിയിലോട്ടാണ് പോയാലോ. നമ്മൾ നേരെ പോകുന്നു വിൻ്റർ പരദീസേ. ഇവിടെ ഒന്ന് മാത്രം നമ്മൾ പാർട്ട് 2 ഉണ്ടാക്കിയിട്ട് നമ്മൾ പോയി. ഇങ്ങോട്ടൊന്നല്ലേ? ഗെയിമിംഗ് GTA ഒഫീഷ്യൽസ് ടൈക്കൂൺ അവിടെ ഉണ്ട്. ഇവിടെയാണ് നമ്മളെ പോളാർ ബിയർ ഉള്ളത്. പോളാർ ബിയറോ? അതെന്താണെന്ന് ചോദിക്കണ്ട. ഇതാണ് നമ്മളെ പോളാർ കുട്ടൻ. പോളാർ മണേ. അപ്പോൾ നമ്മൾ നേരെ പണിയിലോട്ട് പോയാലോ. ഇതാട്ടോ സ്ഥലം.
കുറച്ച് ടൈം വേണ്ടി വന്നു നിങ്ങൾക്ക് ഇതെല്ലാം കാണിച്ചു തരാൻ. നമുക്ക് നേരെ ട്രീ സെറ്റും ബെഞ്ചും വെക്കാം. അപ്പം നമ്മൾ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. രസം ഉണ്ടാവുന്നതാണ് വിചാരിക്കുന്നു. ഇതെന്താ ഡ്രിങ്ക്സോ? ഇവരെല്ലാം ഒരാളും കൂടി കടായിരുന്നു. ഡ്രോപ്പ് ടവറാ ഇവിടെ ആവും. മനസ്സിലായി. ഇവിടെ എന്താ എൻക്ലൗസ്. അടുത്ത ജീവി വിന്റർ പാരഡൈസിലോട്ട് വരാൻ പോകുന്നത് അത് വേറെ ആരുമല്ല, മറ്റേ ഇതൊക്കെ ഉണ്ടാവും. ബ്ലാക്ക് പാന്തറിനോ ഞാൻ കണ്ടില്ലടാ. ബ്ലാക്ക് പാന്തറൊക്കെ ഉണ്ടാവും ഇവിടെ. ഐസ്ബേർജ്. ഇപ്പം നമ്മൾ ജീവനെ കൊണ്ടുവരാൻ പോവാ കേട്ടോ. നമ്മൾ മരക്കഷ്ണങ്ങളൊക്കെ കൊണ്ടുവന്നിങ്ങനെ എന്തിനാ വെച്ചാൽ കത്തിച്ച് തിന്നിട്ടല്ലോ. ഗ്യാസ് ബോളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ. എന്താ കളിക്കട്ടെ. എന്താ വെച്ചാൽ സീലാട്ടോ ജീവി. സീല് കാരണം എന്താ പോലും എനിക്കറിയില്ല. ജീവിയാണെന്ന് മനസ്സിലായി. അപ്പം മാറ്റോടെ പെട്ടി കാണിച്ചേ. ഓ ഗൈസ് പെൻഗ്വിൻ്റെ മറ്റൊരു സാധനം. ഓക്കെ ഇത് ഗുഡ്. ഇതോടെ ഈ പ്ലാറ്റ്ഫോം പണിയാ ഇവിടെ. ഇഗ്ലോ ഗൈസ്. വിന്റർ സ്ഥലത്ത് ഇഗ്ലോ ഇല്ലാതൊരു സുഖമില്ലല്ലോ. സ്പൂക്കി പാർക്കിൽ. സ്പൂക്കി അല്ലേ അല്ല വിന്റർ പാരഡൈസ് അല്ല ഇത്. നമ്മൾ കുറേ സ്ഥലം ഉണ്ടാക്കിയോണ്ട് കൺഫ്യൂസ് ആവും കേട്ടോ. സോറി റേസ്. ഇതെന്താ ഇവിടെ എന്താ ഗൈസ്? പെൻഗ്വിൻ. അവിടെ പെൻഗ്വിൻ്റെ മാരത്തെ സാധനമാണെങ്കിൽ ഇവിടെ പെൻഗ്വിൻ. കൊണ്ടടാ പെൻഗ്വിനെ. പെൻഗ്വിന് നമ്മൾ ക്യാരറ്റാണ് കൊടുക്കുന്നത്. ബെഞ്ച് സെറ്റാക്കിയിട്ടുണ്ട്. സ്മോൾ അതും വെച്ചിട്ടുണ്ട്. പൈൻ ട്രീയും വെച്ചിട്ടുണ്ട്. ഒരു ബെഞ്ചും കൂടി ആവട്ടെ. നിങ്ങളെല്ലാവരും കളി. നമുക്ക് ടോയ്ലറ്റ്സ് സെറ്റാക്കി കൊടുക്കാം. ആൾക്കാർ വരുമ്പോൾ അവർക്ക് മൂത്രക്കാനൊക്കെ മുട്ടിയാൽ പോട്ടെ. എന്തായാലും ബിഗ് പിന്നെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതുണ്ടാവും, സ്ഥലം ഉണ്ടാവും. ഹൗസ് ഗേറ്റില്ലേ? ഇത് ആ സൈഡിൽ അതൊരു സുഖമില്ല. കുഴപ്പമില്ല. ഇറ്റ് വിൽ ബി അവർ ബെസ്റ്റ്. എന്ത് പോണ്ടില്ല അങ്ങനെ സ്ഥലം ഉണ്ടാവുകയാണെങ്കിൽ സ്നേക്കിന് മാത്രമേ ഉള്ളൂ. ഞാൻ കണ്ടില്ല കേട്ടോ. ആണെന്നാ തോന്നുന്നു. ആ റാബിറ്റിനൊക്കെ ഉണ്ടാവും. ബിഗ് ലോഗ് ബാംബൂസ് മണിഞ്ഞ് വെക്കാൻ പോണേ. എന്താ സാധനം നിങ്ങളെല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് വിൽ ബി എ പാണ്ട. കുങ്ഫു പാണ്ട എന്നെല്ലാം അറിയപ്പെടുന്ന പാണ്ടയാണ് നമ്മളിവിടെ സെറ്റാക്കാൻ പോകുന്നത്. ദ കുങ്ഫു പാണ്ട ഈസ് ഹിയർ ഓൺ. ഇപ്പം തന്നെ വലിപ്പമൊക്കെ വെച്ചിട്ടാ. ഒരു വയസ്സാണെന്ന് ആരും പറയൂല. പാണ്ട നമ്മൾ സെറ്റാക്കിയിട്ട് ഐസ് ഫൗണ്ടൻ അങ്ങനെ കാണിച്ചടിക്കാം. ഇത് വുഡ് സ്നോബോൾ ഗെയിം. അത് എന്തായാലും വേണം. എല്ലാം നമ്മളിവിടെ സെറ്റാക്കും. ഇനി ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. ഞാൻ എൻ്റെ ലൈഫ് ഇപ്പോൾ തന്നെ ചെയ്യാമല്ലോ. ഇതിൻ്റെ മേലെ അല്ലേ ലാൻറ്റേൺസ്? ഇതിൻ്റെ മേലൊക്കെ എന്തിനാണ് ഉണ്ടാവട്ടെ. ആൾക്കാർ ഇതിൽ കൂടെ ഒക്കെ നടന്നു പോകുമല്ലോ അല്ലേ. വേറെ 94 വയസ്സായി. ഇപ്പോൾ ചാവൂട്ടൊന്ന് ലാൻറ്റേൺസ്. ഇനി എന്തെങ്കിലും ഇതിനുള്ളിൽ ഉണ്ടോ? യാ ബ്രോ. എന്താണല്ലേ ഇതാണ് ആർച്ച് വേ. നമുക്ക് ആർച്ച് വേ ഒക്കെ വേണ്ട. ഇതാകുമ്പോൾ എന്താണ് നിങ്ങൾ പറയണത്? ആർച്ച് വേ നമ്മളവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനല്ല, ഇതടുത്ത സ്ഥലമല്ലേ അല്ലേ? അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ എന്തെങ്കിലും എഴുതിക്കണോ? കുഴപ്പമില്ല. ഇതേ സ്ഥലം ഇവിടെ എന്താ ഉള്ളത്? കൗ ഗായ്സ്. ഓ നമുക്ക് ഈ ഫസ്റ്റ് വരുന്ന സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് എല്ലായിടത്തും പോകാനുള്ള ഇതുണ്ട്. ഈ സൂ ഒക്കെ ടൈക്കൂൺ കംപ്ലീറ്റ് ഗായ്സ്. ബ്രോ ദ ഫിഷ് ബ്രോ നമ്മൾ ടൈക്കൂൺ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സൂ ടൈക്കൂൺ ഈസ് കംപ്ലീറ്റഡ് ഫ്രം ഹിയർ വി ഗോ ഗായ്സ്. ഹിയർ വി ഗോ. നമ്മളോടാ കളി. നമ്മളെ സൂ എല്ലാം ഞാൻ കറങ്ങി കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളെല്ലാം കണ്ടു എന്ന് തന്നെ വിചാരിക്കുന്നു ഗൈസ്. വീഡിയോ ലെങ്ത്തും കുറഞ്ഞുണ്ട്. അപ്പോൾ നല്ലൊരു കളിയാണ് കേട്ടോ. സൂ ടൈക്കൂണിനെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഫൈനൽ പാർട്ടായിരുന്നു ഗൈസ്. അങ്ങനെ പോവും. ഭയങ്കര രസമായല്ലോ. ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് പോകാം. ഗെയിമിംഗ് GTA ടൈക്കൂണെന്ന് കണ്ടിട്ട് വരാം ഗൈസ്. ഈ ഗെയിമിംഗ് GTA ടൈക്കൂൺ എവിടെ? ഇതാണ് ടൈക്കൂൺ. ഗെയിമിംഗ് ടൈക്കൂൺ ഓഫ് ഗെയിമിംഗ് GTA. ഡോ ഇതിൻ്റെ അത്രക്കൊന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ല. നിങ്ങൾക്ക് വരാം. ഫാം അനിമൽസ് യാ ബിവേർ എന്തെങ്കിലും ഇവിടെ എന്താ എല്ലാവർക്കും ഇതിൻ്റെ മാതിരി തന്നെ അല്ലേ? ഇവിടെ ഫുഡ് ഉണ്ട്. പക്ഷെ ഒന്നും സാധനമില്ല ഗൈസ്. ഫീഡ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്. ഇതെന്താ സാധനം വെച്ചിട്ടില്ല തോന്നുന്നു. എവിടെയും ലാസ്റ്റ് വെക്കാൻ വിചാരിച്ചിരിക്കുക.
അവിടെ എവിടെയെങ്കിലും സാധനം വെക്കണം എന്നാലും എനിക്ക് എന്ത് സാധനങ്ങൾ മനസ്സിലാവുള്ളൂ. ഇൻഫോ വായിച്ച എന്തെങ്കിലും ഉണ്ടാവും അതിൽ? കുറേ ഉണ്ടല്ലോ. അവിടെ സാധനം വെക്കും മണ്ട ബുദ്ധിയില്ലാത്തവനെ. ഇതൊക്കെ സ്ഥലം സെറ്റാക്കി വെച്ചിട്ട് എന്താ കാര്യം? നമുക്ക് തന്നെ ബുദ്ധിയില്ല. ബിസിനസ് നമുക്ക് ഇനി നമ്മളെ സ്ഥലത്ത് ഇതാണ് നിൽക്കാൻ മതി. ഇത് ടെലിപ്പോർട്ടിന് കണ്ടില്ലേ, അത് വന്ന് നോക്കിയാലും നമ്മളെ സ്ഥലത്തെത്തും. അപ്പോൾ നമ്മളെ സൂ ടൈക്കൂൺ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ പോവാണ്. ചേട്ടാ